ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അഭിരാമി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ സമയം കിട്ടും എന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു 2-2.5 വയസ്സ് ആ ഏജൊക്കെ ഉള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഭയങ്കര അധികം കുറച്ച് ആയിരുന്നു കേട്ടോ. അല്ലാതെ മോൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ അങ്ങ് പോകുന്നു അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ കുറച്ച് മടിയെന്നല്ല, കുറച്ച് സമയക്കുറവുകൊണ്ടും എനിക്കങ്ങനെ ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല, ഞാൻ ചെയ്തിട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിനൊക്കെ കുറച്ചൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു 1 വീക്കിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഷുഗർ കട്ട് എന്ന് വെച്ചാൽ ഒരു 1.5 ആഴ്ചയായി കാണും. ഡെയിലി അങ്ങ് കഴിക്കാതിരുന്നിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ ആ ദിവസം ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഷുഗർ കട്ട് എടുക്കുന്ന ദിവസങ്ങളിൽ രാവിലെ തൊട്ട് ചായ, പഞ്ചസാര ഇടില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ദിവസങ്ങളിൽ ഫുള്ള് ഞാനത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാറുമുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ സന്തോഷം തോന്നുന്നുണ്ട്. വീഡിയോ കൂടാതെ അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര അധികം സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കാര്യം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ പതിയെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വരികയാണ്. ആദ്യം ഞാൻ കുറച്ച് ആയിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ അതിനേക്കാളിലും കുറച്ചുകൂടെ ചെയ്യുന്നു. ഇപ്പം അങ്ങനെ ആ ഒരു വർക്കൗട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സെക്കൻഡായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ സ്കിൻ കെയറിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര അധികം മടിയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് രാവിലെയും വൈകിട്ടുമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഹെയറിൻ്റെ കാര്യവും കുറച്ചുകൂടെ ഇപ്പോൾ അത്യാവശ്യം നല്ല മുടി പൊടിച്ചിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മുടി ആകെ ഇത്ര മുടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ കാര്യമാണ്. പിന്നെ ഫുഡിലായാലും ഇപ്പം ഞാൻ കുറച്ചുകൂടെയൊക്കെ നോക്കിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെയൊക്കെ എൻ്റെ ബോഡിക്ക് ആവശ്യമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതും ഞാൻ എൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിത്രയാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു ദിവസേനയുള്ള ആ ഒരു റൊട്ടീനൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ് സമയം കിട്ടുന്നില്ല. അതാണ് ഞാനും സമയം കിട്ടുന്നില്ല. പക്ഷെ നമ്മളുള്ള സമയത്ത് ചെയ്യണമെന്നുള്ളതാണ്. സമയം ചിലപ്പോൾ കുറവായിരിക്കും. ചിലരൊക്കെ ഒറ്റയ്ക്കായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കുന്നത്, അല്ലെങ്കിൽ ജോലി തിരക്കായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് സമയം കിട്ടാറില്ല. പക്ഷേ ഉള്ള സമയത്തിൽ കുറച്ചെങ്കിലും ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കെയർ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് നോക്കി, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി, പക്ഷേ നമ്മുടെ ഹെൽത്തും നമ്മുടെ കണ്ടീഷനും നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുന്നില്ല, നമ്മളെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് വെച്ചിട്ട് നമുക്കത് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര റിഗ്രറ്റായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല ആ ഒരു രീതിയിൽ നമ്മളെത്തും. അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മളെ കൂടെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ സന്തോഷം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്കും ഇതുപോലെ കുറച്ച് സമയം, അതായത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളിലേക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുറച്ചൊക്കെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ കെയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ
ഉറപ്പായിട്ടും ഒന്ന് കെയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാപ്പി കിട്ടുന്നുണ്ടോ എന്ന് എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ പോലും കുറച്ചുകൂടെ ഒന്ന് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയായാലും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി അതൊന്ന് ചെയ്ത് നോക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.